യെസ്. ക്വസ്റ്റ്യൻ നമ്പർ ഏതാ? 4A. ഫുൾ ഒബ്സർവേഷൻസ് ആണ്, കിഡിലൻസ് ആണ്, സിമ്പിളാ, ടപ്പ് ടപ്പ്. വല്ലാതെ ഇത് കൊടുക്കണ്ട, എന്ത് പഞ്ച് കൊടുക്കണ്ട, ഇപ്പം സ്റ്റെക്കായ പണിയാവും പറയാം. സെയിൽസ് എത്രടാ? 10 ലക്ഷം അല്ലേ? കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ PV റേഷ്യോ എന്നല്ലേ വിളിക്കുക? യാ, ഗ്രേറ്റ്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി 25% ആണെങ്കിൽ ആക്ച്വൽ സെയിൽസ് എത്രയാ? 100%. ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാ? 75%. അങ്ങനെ ഒന്ന് പറഞ്ഞൂടെ? അപ്പോൾ മീൻസ് അവിടെ എഴുതി വെക്കണം. ഞാൻ എഴുതണോ വേണ്ടല്ലോ? നിങ്ങൾ എഴുതിക്കോ നിങ്ങളുടെ അവിടെ. മീൻസ് നമുക്ക് ഒരുമിച്ചുകൊണ്ട് ചെയ്യാം. കുറച്ച് നോട്ടൊക്കെ തരണം, അല്ലെങ്കിൽ ഇത് കിട്ടൂല. ഓക്കെ അല്ലേ? എവിടെ റഫായിട്ട് ചെയ്താൽ മതി. പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ എടുത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ചെയ്താൽ മതി. നാളെ ഞാൻ എല്ലാത്തിൻ്റെയും നോക്കൂടാ, ഓരോരുത്തരെ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, വൃത്തിയിൽ പെർഫെക്ഷൻ വേണം. മീൻസ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു എത്ര പെർസെൻറ്റേജാ? 75% അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതൊരു പോയിൻ്റാണ്, ഒരു ഹിൻ്റാണ്. ക്ലിയർ? സെറ്റ് അല്ലേ? പിന്നെ അടിയിൽ ഒരു ഇത് പറയുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇത് ഫിനാൻഷ്യൽ ഇയർ അല്ല, ഇത് പ്രസൻറ്റ് ഡാറ്റയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താ മക്കളെ? വായിക്കൂ. എ ഡിക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ്. ശ്രദ്ധിച്ചിരിക്കണം. സെല്ലിംഗ് പ്രൈസ് കുറയുന്നുണ്ട്. ഓക്കെ, കുറയുന്നുണ്ട്. ആൻഡ് ഡിക്രീസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ്. ഏതും കുറയുന്നുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റും കുറയുന്നുണ്ട്. കുഡ് ചേഞ്ച് ദ കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ. അപ്പോൾ പുതിയ PV റേഷ്യോ എത്രയാകും? 30%. സെറ്റ് അല്ലേ? ഏതൊക്കെ കുറയുന്നു ഒന്നുകൂടെ പറഞ്ഞ്. സെല്ലിംഗ് പ്രൈസ് കുറയുന്നുണ്ട്, പിന്നെ ഏതുണ്ട്? ഫിക്സ്ഡ് കോസ്റ്റും കുറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കാണാൻ പറയുന്നത് എന്തായിരിക്കും? റിവൈസ്ഡ് ഫിക്സ്ഡ് കോസ്റ്റ് എത്ര, റിവൈസ്ഡ് സെയിൽസ് എത്ര, ന്യൂ ബ്രേക്ക് ഇവൻ പോയിന്റ് പറയുമ്പോൾ റിവൈസ്ഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഇതടിച്ചാൽ മതി. PV റേഷ്യോ. ആ PV റേഷ്യോ 30% എന്നൊക്കെ തന്നില്ലേ? സിമ്പിൾ സാധനം. മാർജിൻ ഓഫ് സേഫ്റ്റി അത് എത്ര റിവൈസ് ചെയ്യും? 40%. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യാം? ഞാൻ എപ്പോഴും പറയാറുള്ള പോലെയാണെന്ത്, നമുക്ക് നിലവിലെ കഥയും അടുത്ത കഥയും കൂടെ എന്ത് ചെയ്യാം ഒന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതെ ഒരു കോളം ഏതിന് വിട്ടിട്ടുണ്ട്? അടുത്ത പ്രപ്പോസ്ഡിന് വിട്ടിട്ടുണ്ട്. ഇത് പ്രപ്പോസ്ഡ് അവിടെ നിൽക്കട്ടെ. ആദ്യം പ്രസന്റ് ഒന്ന് എന്ത് ചെയ്യാം? ഫില്ല് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഏതാ? നമ്മൾ ഒരുമിച്ചല്ലേ ചെയ്യണം? അങ്ങനെയാണ്. യെസ്. പെട്ടെന്നാണ് കഴിച്ചു. റഫായിട്ട് പെട്ടെന്ന് എഴുതി പോയാൽ മതി. ഞാൻ കാത്തൊക്കെ വേണ്ടല്ലോ, സ്പീഡിൽ എഴുതട്ടെ. സെയിൽസ്. ഫസ്റ്റില് സെയിൽസ് നമുക്ക് അറിയാം മുത്തുമണികൾ എത്രയാ? 10 ലക്ഷം. അപ്പോൾ അറിയാലോ മൈനസ് ഏതാ? വാരിയബിൾ കോസ്റ്റ്. അപ്പോൾ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ. എന്തറിയാം? ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ എന്ത് കിട്ടും? പ്രോഫിറ്റ്. അറിയാൻ പറഞ്ഞാൽ അറിയോ നോക്കാം. അറിയുന്നത് എന്ത് ചെയ്യാം? എഴുതാം. അറിയാത്തത് എന്താ? കണ്ടെത്താം. ക്ലിയർ അല്ലേ? ഇതിലെന്താ ഇപ്പോൾ ഫില്ല് ചെയ്യാൻ പറ്റാം? കോൺട്രിബ്യൂഷൻ. ബ്രില്യൻ ഇൻ ദി ക്ലാസ് റൂം. 10 ലക്ഷത്തിൻ്റെ എത്ര ശതമാനമാണ് PV റേഷ്യോ പറഞ്ഞ്? 37. ശ്രദ്ധിക്കണം, ഇത് പ്രസന്റ് ആണ്. ഫ്യൂച്ചറിൽ ഇനി അടുത്താണ് എന്ത് ചെയ്യുന്നത്? പ്രപ്പോസലിലാണ് എത്ര ആവുള്ളൂ? 30%. ഇപ്പം എത്രയാണ്? 37 എത്ര പറയും? 10 ലക്ഷത്തിൻ്റെ 37% എത്ര വരും മുത്തുമണികളെ? 3,70,70,000. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് എന്ത് കാണാം? വാരിയബിൾ കോസ്റ്റ് കാണാം. എത്ര വരും വാരിയബിൾ കോസ്റ്റ്? 6,30,000 കൂടി. ഓക്കെ അല്ലേ? ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടൂടെ? കാണോ? കാണു. പ്രോഫിറ്റ് അറിയോ? ഇല്ല. പ്രോഫിറ്റ് അറിയാനുള്ള വകുപ്പ് ഉണ്ട്. എന്താ? മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. മാർജിൻ ഓഫ് സേഫ്റ്റി എന്നിട്ടില്ലേ? ഓക്കെ. പക്ഷെ അപ്പോൾ പെർസെൻറ്റേജ് കിട്ടുള്ളൂ. പറ്റൂല, ഫുൾ പെർസെൻറ്റേജ് കളിയാ. നോക്കാം. ലെറ്റ്സ് ട്രൈ ഡിയേഴ്സ്. അപ്പോൾ ഇതുവരെ അല്ലേ നമ്മളിവിടെ മുട്ടി നിൽക്കുകയാണ്. നമുക്കൊരു വർക്കിംഗ് നോട്ടിലേക്ക് പോവാം. ഓക്കെ. വർക്കിംഗ് നോട്ട് നമ്പർ 1 പോലെ താഴത്ത് പോട്ടെ. വർക്കിംഗ് നോട്ട് നമ്പർ 1 കമ്പ്യൂട്ടേഷൻ ഓഫ് എന്ത് കാണാൻ പോവാണ്? ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ. ഉണ്ട്, പണിയുണ്ട്. അടിപൊളി സാധനമുണ്ട്. പറയട്ടെ, 1-2 ഒബ്സർവേഷൻസ് പറയട്ടെ. ബ്രേക്ക് ഇവൻ സെയിൽസ് കണ്ടെത്താം.
എങ്ങനെ കണ്ടെത്താം? നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്ത് എഴുതാണ്. ഇഫ് എഴുതാം, മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു 25%. എഴുതു. ഇഫ് margin of safety is equal to 25%, then break-even sales is equal to 75%. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക് ഇവൻ സെയിൽസിൻ്റെ റുപ്പീസ് കണ്ടൂടെ? 10 ലക്ഷത്തിൻ്റെ 75% എത്ര വരും? 7,50,000 അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാർജിൻ ഓഫ് സേഫ്റ്റി എത്ര ആവും? 2,50,000. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റ് അപ്ലൈയും ചെയ്യാമല്ലോ. 25% മാർജിൻ ഓഫ് സേഫ്റ്റി വരും. മറ്റേത് വരും? ബ്രേക്ക് ഇവൻ പോയിന്റ് അറിയാം, പി വി റേഷ്യോ അറിയാം. അങ്ങനെയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റിലൂടെ ബ്രേക്ക് ഇവൻ പോയിന്റ് അറിയാം, പി വി റേഷ്യോ അറിയാം. കാരണം ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഏതാ? ബ്രേക്ക് ഇവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അടിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം നമുക്കറിയുന്ന 7,50,000 ഏതാ? വാല്യൂ അല്ലെങ്കിൽ റുപ്പീസ് ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ ഏതടിച്ചാൽ മതി? പി വി റേഷ്യോ. പോളീസ് ആണ്. ബ്രേക്ക് ഇവൻ പോയിന്റ് എത്ര? 7,50,000 ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് അറിയില്ല, ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 37%. Therefore ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 7,50,000 എത്രയാണ്? 37%. എത്ര വരും മുത്തുമണികളെ? 2,77,500. എന്താ സാധനം! സെറ്റല്ലേ? അപ്പം ഇനി മോളിൽ കൊണ്ട് ഇട്ടൂടെ? ഓക്കെ, ഈ മോളിൽ കൊണ്ട് ഇടുന്നതിന് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കരുത്, വെറുതെ ഇടുക. അവരങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്കൊരു ഓർഡർ ഇട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഓക്കെ, യെസ്. അപ്പം എത്ര? 2,27,000 എത്രയാ? 500. കറക്റ്റ്, അതിനെ ഞാൻ ഉദ്ദേശിച്ചത്. 77,500. അങ്ങനെ കോൺട്രിബ്യൂഷൻ 3,70,70,000 നിന്നും 2,77,500 എഴുതുന്നുണ്ട്. അപ്പം എത്രയാ? 92,500. ദിസ് ഈസ് അവർ പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കൊല്ലത്തെ പരിപാടി കണ്ട കുറേ കാര്യങ്ങൾക്ക് ആശ്വാസമായി. അടുത്ത കൊല്ലം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? അടുത്ത കൊല്ലത്തെ ഫിക്സ്ഡ് കോസ്റ്റ് കാണാൻ പറയുന്നത്. ഓക്കെ, അടുത്ത കൊല്ലത്തെ എന്ത് വന്നിട്ടുണ്ട്? പി വി റേഷ്യോ വന്നിട്ടില്ലേ? പി വി റേഷ്യോ എത്ര ശതമാനം? 30%. അപ്പോൾ വാരിയബിൾ കോസ്റ്റ് എത്രയാ? 70%. ഓക്കെ, യെസ്. ഫിക്സ്ഡ് കോസ്റ്റ് മാറുമോ? ഇല്ലെന്നാണ്, പക്ഷെ മാറുന്നുണ്ടാവും. ഓക്കെ, കാരണം എന്താ? ചെറിയ പോയിന്റ് പറയുന്നുണ്ട്. എന്താ? ഡിക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് കുറയുന്നു. അപ്പം നമുക്ക് എന്താ കാണണം? സെല്ലിംഗ് പ്രൈസ് കുറയുന്നുണ്ട്, ഫിക്സ്ഡ് കോസ്റ്റ്. ശരിയാണ്. ഫിക്സ്ഡ് കോസ്റ്റ് കുറയുന്നില്ലായിരുന്നെങ്കിൽ ഇത് ഇവിടെ കൊണ്ടുപോയിട്ട് അലക്കും. എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? ഇല്ല, എന്നാലും വെറുതെ അലക്കിയിടും. ഓക്കെ, യെസ്. അടുത്ത പരിപാടി ചിന്തിക്കുമല്ലോ. ഇനി അടുത്ത പോയിന്റാ പറഞ്ഞു. സെയിൽസ് എത്ര ശതമാനം കുറഞ്ഞു? സെയിൽസ് പി വി റേഷ്യോ എത്ര ശതമാനം കുറഞ്ഞ്? 30%. ചിന്തിച്ചോട്ടാ. മാർജിനും 30 കുറഞ്ഞതല്ല, 30. പി വി റേഷ്യോ 30. മാർജിൻ ഓഫ് സേഫ്റ്റി എത്രയായി? അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞത് കൊണ്ടോ ഫിക്സ്ഡ് കോസ്റ്റ് കുറഞ്ഞോണ്ടോ വാരിയബിൾ കോസ്റ്റിന് എന്തെങ്കിലും മാറ്റണോ? പോലീസാണ്. എന്റെ ചോദ്യം ശ്രദ്ധിക്കുക. സെല്ലിംഗ് പ്രൈസ് ഒരു യൂണിറ്റിന്റെ എമൗണ്ട് കുറഞ്ഞത് കൊണ്ടോ ഫിക്സ്ഡ് കോസ്റ്റ് കുറഞ്ഞത് കൊണ്ടോ വാരിയബിൾ കോസ്റ്റിൽ മാറ്റം ഉണ്ടാവോ? ഇല്ല. ഒന്ന് നോട്ടായിട്ട് എഴുതിയാലോ? ഓക്കെ അല്ലേ? നോട്ട് നമ്പർ ഏതാണ്? 1. ഇതാണ് നമ്മുടെ നോട്ട് നമ്പർ. വർക്കിംഗ് നോട്ടല്ല, നോട്ട് നമ്പർ 1 എഴുതാം. ഡിക്രീസ്, ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാം കേട്ടോ. ഡിക്രീസ് ഇൻ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഡിക്രീസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ഓക്കെ. എന്റെ ചോദ്യമാണ്, യൂണിറ്റ് മാറിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ യൂണിറ്റ് എന്താണ്? സെയിം ആണെന്നല്ലേ? ഓക്കെ അല്ലേ?
എഴുതാ. There is no change. There is no change in ഏതാണ് യൂണിറ്റ്. Change in units. Therefore, there is no change in total variable cost also. There is no change in total variable cost also in proposed plan. In proposed plan. സംശയമില്ലല്ലോ, യൂണിറ്റ് മാറും. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പൊ യൂണിറ്റ് തന്നില്ല. ഇപ്പൊ 6,30,000 വിചാരിക്കാം മക്കളെ, വെറുതെ 6,30,000 യൂണിറ്റ് 1000 എന്ന് വിചാരിക്കാം. അപ്പൊ ഒരു യൂണിറ്റ് എത്ര വരും? 630 വരും. യൂണിറ്റ് 1100 വാരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? മാറും. അപ്പൊ ഇവിടുത്തെ വാരിയബിൾ കോസ്റ്റ് മാറില്ലെന്ന് ഉറപ്പായില്ലേ? ഞാൻ ഇവിടെ എങ്ങനെ എഴുതും? ധൈര്യത്തിൽ 6,00,000 എത്ര എഴുതും? 30,000. ഇവിടെ നിങ്ങൾ പ്രത്യേകം ബ്രാക്കറ്റിൽ എഴുതി വെക്കണം, നോട്ട് നമ്പർ 1. അല്ലെങ്കിൽ ഇനി പിന്നീട് എന്ത് ചെയ്യും? പ്രശ്നം എഴുതരുത് കേട്ടോ, അതൊന്നും എഴുതി വെക്കരുത് കേട്ടോ. പിന്നീട് നോക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് ഇതൊന്നും എന്ത് ചെയ്യരുത്? എഴുതി വെക്കരുത്. നോട്ടൊന്നും കോട്ട് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ശരി. ഇനി 30%-നും 100% അല്ലേ സെയിൽസ് വരാം. പെട്ടച്ചൂടെ 6,30,000 ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു എത്രയാ? 100 അടിച്ചാൽ എന്ത് കിട്ടി? 9 ലക്ഷം. ആൻസറായി. എന്തിന് ആൻസറായി? ചോദ്യം റിവൈസ്ഡ് സെയിൽസ് ആയില്ലേ? ഓക്കെ, ഇപ്പം ആൻസറുകൾ ഇനി വരും തുരുതുര. 9 ലക്ഷം മൈനസ് 6,30,000 അടിക്കാം, 2,70,000. അല്ലെങ്കിൽ 9 ലക്ഷം ഡിവൈഡഡ് ബൈ എത്ര? ഇൻറ്റു 30% കണ്ടാലും മതി അല്ലേ? കണ്ടോ? യെസ്. അപ്പൊ കോൺട്രിബ്യൂഷൻ കാണാൻ പറഞ്ഞില്ല? ഇല്ല. ഇനി അടുത്ത പരിപാടി എന്താ? ഇനി ഫിക്സഡ് കോസ്റ്റ് കാണണം. ഒന്നിരിക്കും ഫിക്സഡ് കോസ്റ്റ് അവർ ഡയറക്റ്റ് തരണം അല്ലേ? എന്നിട്ട് അവരെ ചോദിക്കണം നമ്മുടെ അടുത്ത്. ഇതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഏതാ? പ്രോഫിറ്റ് ഇടണം. പ്രോഫിറ്റ് ഇട്ടാൽ വല്ല വകുപ്പുണ്ടാ? മാർജിൻ ഓഫ് സേഫ്റ്റിയുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അപ്പൊ അടുത്ത മാർജിൻ ഓഫ് സേഫ്റ്റി എത്ര? 40%. ഏതിന്റെ 40%? സെയിൽസിന്റെ 40%. പൊളിക്കൂട്ടാ കുട്ടി, കൺഗ്രാജുലേഷൻസ്. നോട്ട് നമ്പർ ഏതാണ്? 2 അല്ലേ? നോട്ട് നമ്പർ 2. ഇതെവിടെ എഴുതണ്ടേ? ഇത് കോട്ട് ചെയ്യേണ്ട സ്ഥലം ഫിക്സ്ഡ് കോസ്റ്റിന്റെ അവിടെ. ഇതെവിടെ കണ്ടാ? നോട്ട് നമ്പർ 2 പറയട്ടെ. Margin of safety is equal to 40%. Margin of safety is equal to 40%. Is equal to, അപ്പൊ ഏതിൻ്റെയാണ് 40% ഓൺ സെയിൽസ് അല്ലേ മക്കളെ? അപ്പൊ എങ്ങനെ പറയും? സെയിൽസിന്റെ 40% കാണും. 9 ലക്ഷത്തിന്റെ 40% കണ്ടാൽ എത്ര? 3,60,000. പൊളിക്കും. മാർജിൻ ഓഫ് സേഫ്റ്റി ആണുള്ള ഇക്വേഷനിൽ ഒരു ഇക്വേഷനായ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഏതടിച്ചാൽ മതി? പി വി റേഷ്യോ അടിച്ചാൽ മതി. ഓക്കെ അല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി 3,60,000. പ്രോഫിറ്റ് അറിയില്ല, നമുക്ക് കണ്ടെത്തേണ്ടത് അതാണ്. ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ എത്രയായിരുന്നു? 30%. സിമ്പിൾ. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3,60,000ന്റെ 30% കാണാം ഇൻറ്റു 30%. 40 30 എവിടെയായിരുന്നു? അല്ല നമുക്ക് വേണ്ടി ഇത് ശരിയല്ലേ? 1,00,000 എത്ര? 8,000. ഓക്കെ. നേരെ കൊണ്ടുപോയിട്ട് അലക്കിക്കൂടെ മുകളിൽ? എവിടെ അലക്കാം? പ്രോഫിറ്റ് 1,08,000. എന്നിട്ട് മൈനസ് എത്ര? 2,70,000. അപ്പോൾ 1,62,000 ബാലൻസ് ഫിഗർ കിട്ടും. അപ്പൊ ഇതിൽ ചെറിയ തെറ്റെന്താ വെച്ചാൽ ഇതാ ഈ നോട്ട് 2 ഇവിടെ അല്ല എഴുതണ്ട്. എവിടെ എഴുതണ്ട്? അടിയിൽ എഴുതുന്നുണ്ട്. നോട്ട് 2 ഉള്ളതാണ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കിട്ടിയത്. അപ്പൊ അവിടെ എഴുതാം വേണമെങ്കിൽ. യെസ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ്റെ അവരാവശ്യപ്പെട്ടത് ഓരോന്നായിട്ട് എടുത്ത് എഴുതണ്ടേ? നമ്പർ 1 എന്താ ഉദ്ദേശിച്ചത്? റിവൈസ്ഡ് ഫിക്സ്ഡ് കോസ്റ്റ് എഴുതി കൊടുക്ക്. പോട്ടെ, മാർക്ക് വീഴട്ടെ. റിവൈസ്ഡ് ഫിക്സ്ഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 1,62,000.
നമ്പർ 2 ഏതാ? റിവൈസ്ഡ് സെയിൽസ് 9 lakh. ഈ റിവൈസ്ഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ച സ്ഥിതിക്ക് ഈ മുകളിലത്തെ പ്രപ്പോസലിന്റെ അവിടെ വേണമെങ്കിൽ എന്ത് എന്നിട്ടോ റിവൈസ്ഡ് എന്നിട്ട് വെറുതെ രസമല്ലേ എടുക്കണേ റിവൈസ്ഡ്. അടുത്ത ഏതാ? മൂന്നാമത്തെ സിമ്പിൾ അല്ലേ? റിവൈസ്ഡ് അല്ലെങ്കിൽ ന്യൂ അങ്ങനെയാണ് അല്ലേ? ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ഈക്വൽ ടു ഏതാ? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് 1,62,000, പി വി റേഷ്യോ പുതിയത് 30% ഡിവൈഡ് ബൈ 30%. എത്ര? 5,40,000. അതിൽ തെറ്റിച്ചിട്ടുണ്ടോ നോക്കാം. $9,00,000 റിവൈസ്ഡ് സെയിൽസ്. ബ്രേക്ക് ഈവൻ പോയിന്റ് 5,40,000. ഫിക്സ്ഡ് കോസ്റ്റ് 1,62,000. ഓക്കെ, പ്ലീസ്